ഇനി വേറൊന്ന് കേട്ടോളിന് അടുത്തത് എന്താ? അടുത്തത് വേങ്ങരയില് കോയപ്പാപ്പ വേങ്ങരെന്ന് കഅബ തവാഫ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് അടുത്ത കറാമത്ത്. അതൊന്ന് വരട്ടെ. വേങ്ങര ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. ആ വട്ടം കറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂർ CM അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് വേങ്ങരയിലേക്ക് വരുന്നത്. ആളുകളൊക്കെ പറഞ്ഞു, കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, വട്ടം കറങ്ങാണ്. അത് കണ്ടപ്പോൾ CM വലിയുള്ള പറഞ്ഞു, അത് വേങ്ങര അങ്ങാടിയിലല്ല, കോയപ്പാപ്പ ഇപ്പോൾ മക്കയിൽ തവാഫ് ചെയ്യുകയാണ്, കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ പറഞ്ഞു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇനി വേങ്ങര ടൗണില് വേങ്ങര കോയക്കാക്ക ഇങ്ങനെ കറങ്ങിയിരുന്നത്, ഈ കാക്ക എന്നൊന്നും പറയുമ്പോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, പാപ്പാന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കാക്കാന്ന് പറഞ്ഞത്. പിന്നെ വേങ്ങര കോയ എന്ന് പറഞ്ഞിട്ട് തീരെ ഒരു ബഹുമാനം ഇല്ലാണ്ട് സംസാരിക്കേണ്ടെന്നും കരുതി. അപ്പോ വേങ്ങര കോയ എങ്കിലും അങ്ങനെ പറയാം. ആ വേങ്ങര കോയ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ വേറൊരു കാക്ക മൂപ്പര് കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വേങ്ങരക്ക് വന്നിക്കുക. എന്നിട്ട് ആ ടൗണിൽ എത്താനായപ്പോ കാറിൽ ഇങ്ങനെ മലച്ചെട്ടി കിടക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് വേങ്ങര അങ്ങാടിയിൽ ഒരാളിങ്ങനെ വടി കുത്തി കറങ്ങണം. അപ്പൊ ഈ കറങ്ങണിന്റെ നടുവിൽ ചാണകമുണ്ട്. അതുവഴി പോയൊരു പശു ഇട്ട ചാണകം, വളം എന്നൊക്കെ പറയില്ലേ, എന്താ ഇനിയിപ്പോ അതിന് അതൊക്കെ തന്നെ, ചാണകം തന്നെ അതിന്റെ പേര്. അപ്പോ അതിന്റെ നാലുപുറം ഇയാൾ ഇങ്ങനെ കറങ്ങുകയാണ്. ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോ ഇപ്പുറത്തിരിക്കുന്ന ഈ അബൂബക്കർ പറയുന്നത് എന്താണെന്നറിയോ? അതെ, മൂപ്പര് ഇവിടെ അല്ല കറങ്ങുന്നത്, മൂപ്പര് നേരെ മക്കത്ത് തവാഫ് ചെയ്യാണെന്നാ പറഞ്ഞത്. ഇവർക്ക് ഇതൊക്കെയാണ് ദീന്. ഇതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുകയാണ് ഇവരുടെ പരിപാടി. ഇനി ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ദീഖ് സുഹരി നിസാമി എന്ന് പറയുന്ന ഈ പൊഴുതനക്കാരൻ, ഇദ്ദേഹം വയനാട് സ്വദേശിയാണ്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വേങ്ങര കോയപ്പാപ്പാനോട് മഴ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരാതി പറഞ്ഞപ്പോ ഉടുമുണ്ട് പൊക്കിയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മൂത്രമൊഴിച്ചു എന്നുള്ളത്. അതും ഈ മൊലിയര് തന്നെ ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കോയപ്പാപ്പാടെ അടുക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു, കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വരൾച്ചയുള്ള കാലമാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രമൊഴിച്ചു. ശക്തമായ മഴയങ്ങ് പെയ്തു. അതാണ് ഔലിയാക്കളുടെ കോഡ് ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയില് ഒതുങ്ങൂല മക്കളെ. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയലൊക്കെയാണ് ഇവരുടെ രീതി, ഇവരുടെ മതം, ഇവരുടെ ശൈലി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വേങ്ങര കോയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പേര് കോയ എന്നല്ല, അയാളുടെ പേര് കോയ എന്നല്ല എന്നുള്ളത് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അയാൾ ആരെ കണ്ടാലും കോയ എന്ന് പറയും. അത് കാരണം കൊണ്ട് അയാളെ കോയ എന്ന് ഇവര് വിളിച്ചതാണ്. അതുപോലെ തന്നെ CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമയത്തിൽ അബൂബക്കർ ബാക്കവി, അദ്ദേഹം ഒരു മുസ്ലിയാരൊക്കെ ആയിരുന്നു. ഇനി കൂടുതൽ പറയേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം വയസ്സാം കാലത്ത് കുറച്ച് കാലങ്ങള് ബുദ്ധി മറിഞ്ഞിട്ട് സുഖമില്ലാതെ സാധു മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ മലച്ചെടി കറക്കിയായിരുന്നു. ഇടയ്ക്ക് വണ്ടി എടുത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. അപ്പോ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് വിലായത്തും കറാമത്തും. ഇതൊന്നല്ല സഹോദരന്മാരെ, മനസ്സിലായിക്കോളി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരൾച്ചയാണ്, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അറബി വന്ന് പറഞ്ഞപ്പോ, ഒരു സ്വഹാബി, ഒരു ദൂരദേശത്തുള്ള ഒരാള് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ഈ പറഞ്ഞ കാര്യമല്ല ചെയ്തത്. ഇവിടെ കോയ കാണിച്ചത് എന്താണ്? ഉടുമുണ്ട് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു അവൻ മഴ ചെയ്തു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് എന്താണ് കാണിച്ചെന്നിട്ടുള്ളത്? മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു, അങ്ങനെ മഴ ലഭിച്ചു. ഏതെങ്കിലും ഒരു ഔലിയ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ ആരെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായല്ലോ, അന്ന് ബിലാൽ ബിൻ ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു, റസൂലുള്ള മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. അവിടെ ഉമർ റളിയല്ലാഹുവിനും ഈ കോയ കാണിച്ച പോലെയല്ല കാണിച്ചത്. അദ്ദേഹം അവിടെ നമസ്കാരത്തിനും അതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും കാര്യങ്ങള് മുന്നോട്ട് നീക്കുകയും അത് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മഴ വർഷിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാം ഇതൊക്കെയാണ്. ഇവരുടെ ദീന് എന്ന് പറയുന്നത് ഇത് ഇസ്ലാമല്ല. ഇതിനെ ഇസ്ലാം എന്ന് പറയാൻ കഴിയില്ല. ഈ ഉടുമുണ്ട് പൊക്കിപ്പാത്തുക, അതുപോലെ തന്നെ ചാണകത്തിന് തവാഫ് ചെയ്യുക. ചാണകത്തിന് തവാഫ് ചെയ്യണ കുരിപ്പിനെയൊക്കെയാണ് ഇവർ ഔലിയാക്കുന്നത്. അയാൾക്ക് സുഖമില്ലായിരുന്നു, സാധു.
അതിനെ ഔലിയ എന്ന് പറഞ്ഞു നടക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല, ഉളുപ്പുമില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല, ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ അതിലൊക്കെ ധാരാളമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.